എന്റെ പേര് ലത്തീഫ്. ഞാൻ കണ്ണകുളം പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. നിങ്ങൾ നോക്കൂ, കപ്പലണ്ടി കൃഷി ചെയ്തിട്ടുണ്ട്. നോക്കൂ, വേണമെങ്കിൽ ചക്ക വേരിലും കാക്കി. നോക്കൂ, നമുക്ക് മുതൽ മുടക്ക് ഒരു കപ്പലണ്ടിയില മുതൽ മുടക്കതാ ഈ ഒരു കപ്പലണ്ടിയാണ് ഇതിന്റെ മുതൽ മുടക്ക്. ഇതിൽ എത്രമാത്രം കപ്പലണ്ടി ഉണ്ടെന്നോ നോക്കൂ. ഒരു മൂട്ടിനകത്ത് എത്രമാത്രം കപ്പലണ്ടി ഉണ്ടെന്ന് നോക്കും. ആരും കപ്പലണ്ടി കൃഷിയിലേക്ക് ആരും വരുന്നില്ല. ഏറ്റവും കൂടുതൽ ലാഭകരമുള്ള ഒരു ബിസിനസ്സാണ് കപ്പലണ്ടി. 3 മാസം കൊണ്ട് വിളയെടുക്കാം. ഇപ്പൊ നേരത്തെ ഞാൻ നെല്ല് കേട്ടത് അറുത്തതിന് ശേഷമുള്ള വയലിൽ കപ്പലണ്ടി കേട്ടു. ഇനി അടുത്തത് വീണ്ടും നെല്ലാണ് ഈ പാടത്ത് നടാൻ പോണം. നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം. 3 മാസത്തെ 90 ദിവസം കൊണ്ട് വിളയെടുക്കാം. വിളയെടുത്ത് പച്ചയ്ക്ക് അവിക്കാനാണ് കപ്പലണ്ടി കൊടുക്കുന്നത്. എല്ലാവരും ചോദിക്കുന്ന പച്ചയ്ക്ക് അവിച്ച് തിന്നാൻ ആണ് കപ്പലണ്ടി ചോദിക്കുന്നത്. വറുക്കാനല്ല, അവിക്കാം, ഉണക്കി വറുക്കുകയും ചെയ്യാം. ഇത്രയും കപ്പലണ്ടി, ഇത്രയും വലിയ കപ്പലണ്ടി നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടത്തില്ല. ഈ കൊണ്ട് ഇണക്കിയിരിപ്പുണ്ട്. പിന്നെ ഞാൻ ഈ കപ്പലണ്ടി നടുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, എനിക്ക് പോത്തുണ്ട്, 10-15 ചാടുണ്ട്. ഇതിന്റെ തോലുകളെല്ലാം അവത്തങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഏറ്റവും കൂടുതൽ നൈട്രജൻ ഉള്ള കപ്പലണ്ടിയുടെ തോലിലാണ്. അത് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും കപ്പലണ്ടി കൃഷി ചെയ്യണം. ഞാനും എന്റെ വൈഫും കൊച്ചുമോളും കൂടെ വന്ന് ഇപ്പൊ പുടും. നാളെ രാവിലെ ആൾക്കാർ വീട്ടിൽ വന്ന് 2-3 കിലോ ഒക്കെ മാച്ചോണ്ട് പോകും. ഈ ഭയങ്കര ലാഭകരമാണ് കപ്പലണ്ടി കൃഷി. എല്ലാവരും കപ്പലണ്ടി കൃഷി ചെയ്യണം. ഇതിൽ ഒന്നും പഠിക്കാനൊന്നുമില്ല. 90 ദിവസം ആകുമ്പോൾ നിങ്ങൾക്ക് വിളയെടുക്കാം. എന്റെ കൃഷി രീതി എന്താണെന്ന് വെച്ചാൽ, ഇത് നേരത്തെ നെല്ല് നട്ടോണ്ടിരുന്ന വയലാണ്. നെല്ല് നട്ട വയലിന് നെല്ലിന്റെ ആ കച്ചിയെല്ലാം ഒതുക്കി നല്ലതുപോലെ പടം പരിപാലിച്ച് ഇതിലിട്ടിട്ടുള്ളത് ചാമ്പൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. നെല്ലിന്റെ കച്ചി അഴിവിയതുകൊണ്ട് ചാമ്പൽ മാത്രം ഇട്ടിട്ട്. ഇനി എനിക്ക് നെല്ല് കൃഷി ചെയ്യുമ്പോൾ ഇത് വെട്ടിയിടിച്ചിട്ട് സാധാ ചാണാനിട്ട് തോലിട്ട് നെല്ല് നടയണമില്ല. ഇപ്പൊ ചാല് കണക്കിന് ഞാൻ കിടപ്പുണ്ട്. ഈ പില്ലെല്ലാം കൂടെ അഴുകി വെട്ടിയിട്ട് പോച്ചയിട്ട് ഇതിന്റെ കച്ചിയിട്ട് അഴുവി തോലിട്ട് നെല്ല് നടും. കർഷകർ ശ്രദ്ധിക്കേണ്ട കാരണം, നമ്മളിപ്പോ 2 ദിവസം മുമ്പ് നല്ല ഒരു മഴ പെയ്തു. മഴ പെയ്യുമ്പം മണ്ണ് നനഞ്ഞു പോകും. ഇത് കണക്ക് മണ്ണ് ഈരം ഉണ്ടെങ്കിൽ കപ്പലണ്ടി പാകായ കപ്പലണ്ടി ഇതിന് കുരുക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഇതില് നമ്മൾ കപ്പലണ്ടി കുരുത്തിട്ടില്ല. ഇതിൽ കുരുത്തിട്ടില്ല, കപ്പലണ്ടി കുരുത്തിട്ടില്ല. അടിയിൽ നല്ല ഈരം തട്ടണ അടിയിലുള്ള കപ്പലണ്ടി ഇത് കണക്ക് കുരുത്തു പോകും. വേണ്ട, ഇപ്പൊ കുരുത്തിട്ടില്ല. നമുക്ക് അത് നോക്കിക്കോണം. കൂടുതലും മഴ പെയ്ത് കഴിഞ്ഞാൽ കപ്പലണ്ടി മുറ്റാറായി കഴിഞ്ഞാൽ നിങ്ങൾ പുഴുതെടുത്ത് കളയണം. അല്ല, ഈ കപ്പലണ്ടി ആവശ്യമ്പോൾ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ട, ചില ആൾക്കാർ വെള്ളത്തിൽ വെച്ച് കപ്പലണ്ടി വെച്ച് വേവിക്കും. ഒരിക്കലും അങ്ങനെ വേവിക്കരുത്. നമ്മളെ ഇഡ്ഡലി പാത്രത്തിനകത്ത് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കത്തില്ലേ, ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ അടിയിൽ ജലം വയ്ക്കുമല്ലേ, വെള്ളം വയ്ക്കുമല്ലേ, അതേ കണക്ക് ഇഡ്ഡലി പാത്രത്തിന്റെ തട്ട എടുത്ത് വെച്ചതിന് ശേഷം കപ്പലണ്ടി കഴുകി ഇഡ്ഡലി പാത്രത്തിന്റെ മേലിൽ വെച്ചിട്ട് ആവി കൊടുത്ത് വെന്തതിന് ശേഷം ഉപ്പും തളിച്ച് തിന്നണം. അതിലാണ് ഏറ്റവും കൂടുതൽ കാൽസ്യം ഉള്ളത്. നിങ്ങൾ ഈ കപ്പലണ്ടി വേവിക്കുമ്പോൾ കപ്പലണ്ടിയുടെ തൊലിയിലുള്ള കാൽസ്യങ്ങൾ കംപ്ലീറ്റ് വെള്ളത്തിൽ പോകും. അതുകൊണ്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നത്.